എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന അതിപ്രധാനമായ ഒരു കറിയാണ്. എന്ന് വെച്ചാൽ ചെട്ടുകുളങ്ങരയിലെ കൊഞ്ചും മാങ്ങയെന്ന് കേട്ടിട്ടില്ലേ? കൊഞ്ചും മാങ്ങയാണ് ഞാൻ വെക്കുന്നത്. ചെട്ടുകുളങ്ങരയിലെ ഐതിഹ്യമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ, പ്രത്യേകിച്ചത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിതൊന്ന് എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാം. എൻ്റെ രീതിയിൽ എങ്ങനെ വെക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: കൊഞ്ച് ഒരു 4 ടീസ്പൂൺ കൊഞ്ച് എടുത്തിട്ടുണ്ട്. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ കൊഞ്ച് എടുത്തിട്ടുണ്ട്. കൊഞ്ചും മാങ്ങ ഒരു വലിയ മാങ്ങയുടെ 3 പൂള് മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളിയായ കൊള്ളത്തില്ല. 2 പച്ചമുളക്. പിന്നെ അരയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു മുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ മുളക് പൊടി എടുക്കുന്നതിൻ്റെ പകുതിയേ മല്ലിപ്പൊടി എടുക്കാവുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 10-20 കഷ്ണം ചുമന്നുള്ളി, പിന്നെ കറിവേപ്പില. ഇത്രയാണ് അതിൻ്റെ സാധനങ്ങൾ. പിന്നെ ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ. ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ. ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കൊഞ്ചിട്ട് കൊടുക്കാം. ഞാനിത് വറുത്ത ഉണക്കക്കൊഞ്ചാണ്. ഉണക്കക്കൊഞ്ച് വറുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിനകത്തോട്ട് നമുക്ക് മാങ്ങായി ഇട്ട് കൊടുക്കാം. പച്ചമുളക്, പിന്നെ അരച്ച അരപ്പ്. വറുക്കാത്ത ഉണക്കക്കൊഞ്ചാണെങ്കിൽ ശരിയാകത്തില്ല. വറുത്ത ഉണക്കക്കൊഞ്ച് തന്നെ വേണം. എന്നാലേ അതിൻ്റെ ഇതൊക്കെ നമുക്ക് കഴുകുമ്പം വൃത്തിയായി കിട്ടത്തുള്ളൂ. പൊടിഞ്ഞങ്ങ് പൊക്കുള്ളൂ. അത് നമുക്ക് പരിപ്പ് മാത്രം, ഉണക്കക്കൊഞ്ചിൻ്റെ പരിപ്പ് മാത്രം നമുക്ക് കിട്ടും. അപ്പം വറുത്ത് വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഒരുവിധം പുളിയുള്ള മാങ്ങയും ആയിരിക്കണം. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനൊരു ടേസ്റ്റിന്. അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഉണ്ടെങ്കിലേ ഇത് വേവത്തുള്ളൂ. നമുക്കൊരിച്ചിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ടു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരയരുത്. തേങ്ങ ഒരു പരുവത്തിനെ അരയ്ക്കാവുള്ളൂ. ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടത്തില്ല. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഉരിയിടാം. നമുക്കിതൊന്ന് വേവട്ടെ. നമുക്കിതൊന്ന് അടച്ചു വെച്ച്, ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തു. ഇനി ഇതിട്ടുകൊണ്ടിരുന്നാൽ ഒരുപാട് ഡ്രൈ ആയി പോകും. ഇതിനിപ്പം ചട്ടിയല്ലേ, ഇരിക്കും തോറും ഡ്രൈ ആകും. നമുക്കിത് ഉപ്പ് നോക്കാം. ഇച്ചിരി നോക്കട്ടെ. പുളിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇച്ചിരി കറിവേപ്പില ഇടുക. വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്കിത് അങ്ങനെ നമ്മുടെ കൊഞ്ചും മാങ്ങ റെഡിയായിട്ടുണ്ട്. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് കൊഞ്ചും മാങ്ങ റെഡിയായിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം.